ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. 1ാം ക്ലാസ്സിലെ ഹിന്ദിയുടെ സെക്കൻഡ് ചാപ്റ്ററാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഇത് ഒരു കവിതയാണ്. ഈ കവിതയുടെ പേരാണ് ദാദാ ദാദി. അപ്പം ദാദാ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൂപ്പനാണെന്നും ദാദി എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മൂമ്മയാണെന്നും കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ പഠിച്ചതാണ്. പക്ഷേ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. ദാദാ എന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ്റെ അച്ഛനാണ്, ദാദി എന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ്റെ അമ്മയും ആണ്. ഇനി അമ്മയുടെ അച്ഛനെ നമ്മൾ നാന എന്നും അമ്മയുടെ അമ്മയെ നാനി എന്നുമാണ് വിളിക്കുന്നത്. അപ്പം ഈ കവിതയിൽ 2 കൊച്ചു കുട്ടികളിരുന്ന് അവരുടെ അച്ചാച്ചനെയും അച്ചാമ്മയെയും ദാദയെയും ദാദിയെക്കുറിച്ചും പറയുന്നതാണ്. അപ്പോൾ അവർ എന്തൊക്കെയാണ് അവരുടെ അച്ചാമ്മയെയും അച്ചാച്ചനെയും പറ്റി പറയുന്നതെന്ന് നോക്കിയാലോ. एक हमारे दादाजी है, एक हमारे दादी, दोनों ही पहना करते हैं बिल्कुल पूरी कादी. दादी गाना गाया करती, दादाजी मुस्काते, कभी कभी दादाजी भी कोई गाना गाते. എന്തായി കുട്ടികൾ പറഞ്ഞിരിക്കുന്നത്? ഏക് ഹമാരെ ദാദാജി ഹേ, ഞങ്ങൾക്ക് ഒരു അച്ചാച്ചൻ ഉണ്ട്, അപ്പൂപ്പൻ ഉണ്ട്. ഏക് ഹമാരി ദാദി, ഞങ്ങൾക്ക് ഒരു അച്ചാമ്മയുണ്ട്, അമ്മുമ്മയുണ്ട്. ദോനോ ഹി പെഹനാ കർത്തേ ഹേ, ഇനിയും ഇവർ 2 പേരും എപ്പോഴും ഇടുന്ന വസ്ത്രങ്ങൾ ബിൽക്കുൽ ഭൂരി ഖാദി, ബ്രൗൺ നിറത്തിൽ. ഭൂരി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രൗൺ നിറമാണ്, ഖാദി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഖാദി വസ്ത്രങ്ങളാണ്. ബ്രൗൺ നിറത്തിലുള്ള ഖാദി വസ്ത്രങ്ങളാണ് അച്ചാമ്മയും അച്ചാച്ചനും എപ്പോഴും ഇടുന്നത്, ധരിക്കുന്നത്. എന്നിട്ടോ ദാദി ഗാന ഗായ കർത്തി, ദാദാജി മുസ്കാത്തെ, ചിലപ്പോഴൊക്കെ അച്ചാമ്മ ഇരുന്ന് പാട്ട് പാടും. ആ പാട്ട് കേൾക്കുമ്പോൾ അച്ചാച്ചൻ എന്ത് ചെയ്യും? ചിരിച്ചുകൊണ്ടേയിരിക്കും. കളിയാക്കി ചിരിക്കുന്നതായിരിക്കും അല്ലേ. കബി കബി ദാദാജി ബി കോയി ഗാന ഗാത്തെ. ഇനി ചിലപ്പോഴൊക്കെ ഉണ്ടല്ലോ ഞങ്ങളുടെ ദാദാജി, ഞങ്ങളുടെ അപ്പൂപ്പനും ഇതേമാതിരി പാട്ട് പാടാറുണ്ട്. അപ്പം ഈ കവിത എഴുതിയിരിക്കുന്നത് ശ്രീ പ്രസാദ് എന്ന് പറഞ്ഞിരിക്കുന്ന കവിയാണ്. അപ്പം കുട്ടികൾക്ക് കുട്ടികളുടെ അച്ചാച്ചനെ പറ്റിയും അച്ചാമ്മയെ പറ്റിയും അതുപോലെ അമ്മമ്മയെ പറ്റിയും അപ്പൂപ്പനെ പറ്റിയും ഒക്കെ എന്തൊക്കെയാണ് പറയാനുള്ളത് കമൻറ്റ് ബോക്സിൽ നിങ്ങൾ എഴുതി എന്നെ അറിയിക്കാൻ മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ അടുത്ത പാഠവുമായിട്ട് കാണുന്നിടം വരെ ബൈ ബൈ, ടേക്ക് കെയർ.